ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ രാധികയോട് ഗോവിന്ദ് ചോദിക്കുകയാണ്, പറ ആ ഗീതുവിൻ്റെ ഒപ്പിട്ടത് ആരാണ്? ഇനിയിപ്പോൾ പോലീസ് അന്വേഷണം മുറുകിയാൽ അതാരാണെന്ന് പോലീസ് കണ്ടുപിടിക്കും. പക്ഷേ എനിക്ക് അതിനു മുമ്പ് അറിയണം ഗീതുവിൻ്റെ സൈൻ ഇട്ടത് ആരാണെന്ന്. ഇനി അമ്മയെങ്ങാനും ആണോ? അത് കേട്ടത് രാധിക ഞെട്ടലോടുകൂടെ ഗോവിന്ദനെ നോക്കി, കണ്ണാ എന്താ അമ്മേ, ഞാൻ ചോദിച്ചതിന് അമ്മയ്ക്ക് മറുപടിയില്ലേ? അമ്മയാണോ ഗീതുവിൻ്റെ ഒപ്പിട്ടതെന്ന്? അത് കേട്ടതും, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കണ്ണാ? ഇവനേക്കാൾ കൂടുതൽ ഞാൻ നിന്നെയാണ് സ്നേഹിച്ചത്. എൻ്റെ സ്നേഹവും കരുതലും എല്ലാം തന്നത് നിനക്കാ. അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ ജീവിതം തകരാൻ വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കണ്ണാ എന്ന് ചോദിച്ച് രാധികയുടെ മുഖം മാറി. അപ്പോൾ ഗോവിന്ദ് സംശയത്തോടെ വരുണിനെ നോക്കി, അമ്മേ, ഗീതുവും ഞാനും അമ്മയും ഒന്നും അറിയാതെ ആരോ ഈ പണി ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ്. അപ്പോൾ വരുൺ, ഞാനല്ല ഏട്ടാ, നീയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ചെയ്തത് ആരായാലും കണ്ടോ, ഇനി പോലീസ് അന്വേഷണത്തിൽ അത് പുറത്തു വരും. എന്ത് ചെയ്താലും എല്ലാവർക്കും പ്രശ്നം കൂടി വരുന്നതാ. എന്തായാലും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഗീതു ഒന്ന് വരിക. കണ്ണേട്ടാ, കേട്ടില്ലേ കോടതിയിൽ എൻ്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും കണ്ണേട്ടാ, എനിക്കിനി കണ്ണേട്ടൻ്റെ മുറിയിൽ സന്തോഷമായിട്ടിരിക്കാമല്ലോ എന്നൊക്കെ പറയണം. അത് കേട്ടതും ഗോവിന്ദ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. അതെ, എന്തായാലും കോടതി എന്നെ ശിക്ഷിക്കുമെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ കാത്തു നിന്നതാ. പക്ഷേ നിങ്ങൾക്കും തെറ്റിപ്പോയി. കോടതിയെ എന്നെ ശിക്ഷിച്ചൊന്നുമില്ല, എന്നെ രക്ഷിച്ചേ ഉള്ളൂ. കണ്ണേട്ടനോടൊപ്പം താമസിക്കാൻ എനിക്ക് എല്ലാ അധികാരവും തന്നു, ഫോൺ നമ്പറും തന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ ജഡ്ജിയെ വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടത് വരുൺ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം ഗോവിന്ദ്, നീ എന്ത് കുന്തമെങ്കിലും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങ് പോയി. ഗോവിന്ദ് പോയി കഴിഞ്ഞതും രാധിക ഗീതുവിനെ വെല്ലുവിളിക്കുക. എടീ, നീ നോക്കിക്കോ, ഈ ഒരു പ്രാവശ്യം മാത്രമേ നീ ജയിച്ചിട്ടുള്ളൂ. അടുത്തത് എൻ്റെ വിജയമായിരിക്കും. നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി പൊട്ടിച്ചെറിഞ്ഞ് എൻ്റെ കണ്ണനെ പിരിഞ്ഞ് നീ പോകേണ്ടി വരും. അങ്ങനൊരു ദിവസം അടുത്ത ഹിയറിങ്ങിലുണ്ടാവും. അത് കേട്ടതും ഗീതു ഒന്ന് ചിരിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് രാധികയും വരണം മുന്നോട്ട് നടക്കുമ്പോൾ ഗീതു ഇങ്ങനെ വിളിക്കുക. അതേ, ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട്. അത് കേട്ടതും രാധികയും വരണം അവിടെ നിന്നു. സെക്ഷൻ IPCC എന്ന് പറഞ്ഞ ഏതൊക്കെയോ ഒരു നമ്പർ പറഞ്ഞിട്ട്, ഈ നമ്പർ പ്രകാരം ഗാർഹിക പീഡനം, വന്നു കയറിയ മരുമകളെ അമ്മായിയമ്മ, അതായത് ഭർത്താവിൻ്റെ രണ്ടാനമ്മയോ അമ്മായിയമ്മയോ അവരുടെ മകനോ പീഡിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. നിങ്ങൾ എന്താ പറഞ്ഞേ? അടുത്ത ഹിയറിങ്ങിനുള്ളിൽ ഞാൻ പുറത്തു പോകുമെന്നോ? എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ അകത്ത് പോകും. അങ്ങനെ ഞാൻ വല്ലതും ചെയ്യണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി അറയ്ക്കൽ തറവാട്ടിലെ ഒരു മൂലയ്ക്കിരുന്നോളണം. എന്താ, മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോയി. ഗീതു പോയി കഴിഞ്ഞതും രാധികയും വരണം ആലോചിക്കുക. ഇവളാകെ നമ്മളെ ഇതാക്കുവാണല്ലോ അമ്മേ, എന്താ ഇപ്പം ചെയ്യുക? അറിയില്ല, ഒന്നും ഉപദ്രവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. ഇപ്പോഴത്തെ നിയമം ഒരു കോപ്പിലെ നിയമം എന്നും പറഞ്ഞുകൊണ്ട് രാധികയും വരണം അങ്ങ് പോവുക, ആകെ തകർന്ന് തരിപ്പണായിട്ട്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മിയെ മാഡത്തിനെയാണ്. വിജയലക്ഷ്മി ഇങ്ങനെ കാത്തു നിൽക്കുക ഗീതു വരുന്നതും. അപ്പോഴേക്കും ഗീതു ഓടി വരികയാണ്. സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി ഗീതു ഓടി വന്ന് വിജയലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് കവളത്തൊരു ഉമ്മ കൊടുക്കുക. അപ്പോഴേക്കും, അതേ, പതുക്കെ എന്താ ഇത്, എങ്ങനെ ഓടി വരുന്നേ? ഞാൻ ജയിച്ചു, എനിക്കറിയായിരുന്നു നീ ജയിക്കുമെന്ന്. ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും നീ ജയിക്കുമെന്നുള്ള വാശിയിലായിരുന്നല്ലോ പോയത്. നിൻ്റെ ഉറപ്പ് എനിക്ക് മനസ്സിലായായിരുന്നു ഗീതു, അതുകൊണ്ട് എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ രാധികയെ നീ തോൽപ്പിച്ചു. അത് മാത്രമല്ല മാഡം, ഗോവിന്ദേട്ടൻ്റെ റൂമിൽ കയറാനുള്ള പെർമിഷനും ഞാൻ മേടിച്ചു. ഇനി മുതൽ ഞാൻ ഗോവിന്ദേട്ടൻ്റെ മുറിയിലായിരിക്കും. അപ്പോൾ നിൻ്റെ ഭാര്യധർമ്മം കൂട്ടാൻ നീ തീരുമാനിച്ചു അല്ലേ? അതെ, ഇനി മുതൽ ഞാൻ ഗോവിന്ദേട്ടൻ്റെ റൂമിലായിരിക്കും. പിന്നെ എൻ്റെ ഒപ്പിട്ടത് ഫേക്കാണെന്ന് മനസ്സിലായതോടുകൂടി രാധിക അമ്മയുടെയും, അത് മാത്രമല്ല ജഡ്ജ് എൻ്റെ കള്ള ഒപ്പിട്ടത് ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനും പറഞ്ഞു. എന്തായാലും എനിക്ക് സന്തോഷമായി. അതും കൂടെ പറഞ്ഞപ്പോൾ രാധിക അമ്മയ്ക്ക് പിന്നെ ഉത്തരവില്ലാതെയായി. എന്തായാലും ഇനി നടക്കാൻ പോകുന്നതാണ് കിടിലൻ ട്വിസ്റ്റ് എന്ന് ഗീതു പറയുക. ട്വിസ്റ്റൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്തായാലും നീ ഗോവിന്ദൻ്റെ മുറിയിലാണല്ലോ. അടുത്ത ഹിയറിങ്ങിന് മുൻപ് നീ വിചാരിച്ചാൽ ഈ കേസിൽ രാധികയെ തലകുത്തി വീഴ്ത്താം. അതെങ്ങനെയാ എന്നും നമ്മുടെ വിജയലക്ഷ്മി പറയുക. വലിയ പാട്ടുകാരിയാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം പറയാമെന്ന് കരുതിയോ? ഞാൻ ഒരൊറ്റ കുത്തു തരും, എല്ലാം ഇട്ടെറിഞ്ഞ് വെച്ച് ഞാൻ അങ്ങൊരു പോക്ക് പോവും. മോളെ, നീ ദേഷ്യപ്പെടാൻ വേണ്ടിയല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്.
നിനക്കൊരു കുഞ്ഞുണ്ടായ, അത് ഗോവിന്ദനിലൊരു കുഞ്ഞുണ്ടായ ഒരിക്കലും കോടതി നിനക്ക് ഡിവോഴ്സ് തരില്ല. രാധികയെ തോൽപ്പിക്കുകയും ചെയ്യാം. പക്ഷേ ഇന്നത്തെ ദിവസം നീ വിജയിച്ചു. ഇനിയും പല അടവുകളും പറ്റി രാധിക കോടതിയിലെത്തും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് മനസ്സിലാവും മാഡം. 18 അടവുകൾ അവർ പയറ്റിയാലും എല്ലാത്തിലും ഞാൻ അവരെ തോൽപ്പിക്കും. പക്ഷേ എപ്പോഴും നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ ഗീതു. ചിലപ്പോൾ പറ്റില്ലെങ്കിലോ? പറ്റും. 18 അടവും പയറ്റിയ ഒരു അഭ്യാസി എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കത് പറ്റില്ല എന്ന് മാഡം എന്തിനു ഉറപ്പ് പറയുന്നത്? ഏത് അഭ്യാസി? ഞാൻ മാഡത്തിനെ ഉദ്ദേശിച്ചത്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ശരി തന്നെ. പക്ഷേ എന്തൊക്കെ ചെയ്താലും രാധികയെ തോൽപ്പിക്കാൻ അത്ര പെട്ടെന്ന് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കേട്ടത് പിന്നെ ഞാൻ എന്ത് ചെയ്യും മാഡം? ഒന്നും ചെയ്യാനില്ല. പോലീസ് അന്വേഷണം വരും. ആ അന്വേഷണം ചെന്നെത്താൻ പോകുന്നത് നിൻ്റെ അച്ഛനിലേക്കും അമ്മയിലേക്കും ആയിരിക്കും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. രാധിക ഈസി ആയിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. അത് പാടില്ല. അതിന് ഞാൻ അച്ഛനെയും അമ്മയും കയ്യിലെടുത്താൽ പോരെ? എന്തായാലും മാഡം ധൈര്യമായിട്ടിരിക്കും. രാധിക അമ്മയെ തകർക്കണം. ഇതല്ലാതെ മറ്റേതെങ്കിലും ലക്ഷ്യം വിജയലക്ഷ്മി മാഡത്തിൻ്റെ മനസ്സിലുണ്ടോ? എൻ്റെ മനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. എന്നാ പറ മാഡം, എന്തിനാ രാധിക അമ്മയെ തകർക്കാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതാകുന്നത്? അത് കേട്ടതും അതിപ്പോൾ നമ്മുടെ വിഷയമല്ലല്ലോ ഗീതു മോളെ. ഇപ്പോഴത്തെ നമ്മുടെ വിഷയം എന്താ? ഈ ഡിവോഴ്സ് കേസിൽ നീ വിജയിക്കണം. അതിനു വേണ്ടി ഏതറ്റം വരെയും പോകണം. രാധിക എന്ന കള്ളത്തിയെ നമ്മൾ തോൽപ്പിക്കും. എന്തായാലും അതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ എല്ലാം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുക. ഇത് കേട്ടതും ഞാനേ പ്രിയയെ വിളിച്ചൊന്ന് കാര്യം പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക. ഈ സമയം വിജയലക്ഷ്മി ആലോചിക്കുകയാണ്, ഈശ്വര, രാധികയുടെ ചതിയിൽ വീണുപോയ ആളാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ ഗീതുമോൾക്കൊരാപത്ത് സംഭവിക്കരുത്. രാധികയുടെ കള്ളക്കളികളിൽ ഗീതുവും വീണുപോയാൽ ഉറപ്പായിട്ടും ഗീതുവിൻ്റെ ജീവിതം തന്നെ തകരും. ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും ജീവിതം ഒരിക്കലും തകരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രിയയാണ്. പ്രിയ ഇങ്ങനെ വിലാസിനെയും ഭദ്രനെയും അടുത്തേക്ക് വരിക. അതെ അച്ഛനൊരു കാര്യം അറിയോ? എന്താ മോളെ? ഗീതു ചേച്ചി കോടതിയിൽ ജയിച്ചു. എങ്ങനെ? അതെ, ഗീതു ചേച്ചിയുടെ സൈനാണെന്നും പറഞ്ഞ് ഡിവോഴ്സ് നോട്ടീസിൽ ഇട്ടിരിക്കുന്നത് ഗീതു ചേച്ചിയുടെ സൈൻ അല്ല. പിന്നെ ആരുടെ സൈനാ? അത് മോളിട്ട സൈൻ തന്നെയാണെന്നാണല്ലോ രാധികമ്മ പറഞ്ഞത്. പക്ഷേ അത് തെറ്റാച്ച. ഗീതു ചേച്ചിയുടെ സൈൻ അല്ല, അത് ഫേക്കാണെന്ന് കോടതിക്ക് മുൻപിൽ തെളിഞ്ഞു. അത് മാത്രമല്ല, കള്ള ഒപ്പിട്ടവരെ പോലീസുകാർ അന്വേഷിക്കുന്നുമുണ്ട്. അത് കേട്ടതും വിലാസിനെയും ഭദ്രനും ഒന്ന് ഞെട്ടി. എൻ്റെ ഭദ്രേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ഭദ്രനെ വിളിക്കുക. അപ്പോഴേക്കും ഭദ്രൻ, എന്നാലും ആരായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്? എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാവർക്കും? അതെ അച്ഛാ, ഞാനേ ഈ സന്തോഷ വാർത്ത ഒന്ന് വിനോദിനെ വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അങ്ങ് പോയി. പ്രിയ പോയി കഴിഞ്ഞത്, ഭദ്രേട്ടാ നമ്മളിനി എന്ത് ചെയ്യും? വെള്ളപ്പൊട്ടത് നമ്മളാണോന്നറിയാൻ വേണ്ടി ഉറപ്പായിട്ടും രാധിക അമ്മ നമ്മളെ വിളിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓടി രക്ഷപ്പെടണ്ടേ? ഓടി രക്ഷപ്പെടുന്നത് എങ്ങനെയാ? രാധികാവ് നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല വിലാസിനി. പിന്നെ ഇപ്പം എന്താ ചെയ്യുക? എനിക്കറിയില്ല വിലാസിനി. നമ്മളെന്തിനാ ഭദ്രേട്ട പേടിക്കുന്നേ? 50 ലക്ഷം രൂപ നമ്മുടെ കയ്യിലിരിക്കുമല്ലേ. അപ്പം പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ശരിയാ. പക്ഷേ എന്തൊക്കെ ചെയ്താലും 50 ലക്ഷം രൂപ മാത്രം കയ്യിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് മുങ്ങാന്നേ. വാ, നമ്മുടെ ബോഡി ഗാർഡുകൾ വെളിയിലുണ്ടോ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ വെളിയിലേക്ക് പോവുക. ഈ സമയം അവിടെ നിൽക്കുന്നു വിലാസിനെയും ഭദ്രനും വാതിക്കൽ നിൽക്കുമ്പോൾ ബോഡി ഗാർഡ് രണ്ടുപേരും കാണാനില്ല. ഈശ്വര, ഇനി അവന്മാരെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ ഭദ്രേട്ട? അവന്മാരെവിടെ എവിടെയും മൂത്രമൊഴിക്കാൻ പോയതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും എന്നാൽ പിന്നെ വാ നമുക്ക് ഓടാം എന്നും പറഞ്ഞ് ഓടാൻ തുടങ്ങുമ്പോഴേക്കും ഗീതു എത്തി. മോള് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഗീതു, എവിടേക്കാണ് രണ്ടും കൂടെ രക്ഷപ്പെടാൻ നോക്കുന്നത്? രക്ഷപ്പെടാനോ? ഞങ്ങൾ എക്സസൈസ് ചെയ്തതാ മോളെ. വേണ്ട, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ എക്സസൈസ് ഒന്നും ചെയ്തതല്ല. നിങ്ങൾ ഈ പൊരിഞ്ഞ വെയിലത്ത് എക്സസൈസ് ചെയ്യേയില്ല എന്ന് എനിക്കറിയാം. നിങ്ങളെ ഓടി രക്ഷപ്പെടാൻ നോക്കിയതാ. എന്നാലേ നിങ്ങൾ എവിടേക്ക് ഓടിയാലും നിങ്ങളുടെ പിന്നാലെ പോലീസ് ഉണ്ടാവും. ഞങ്ങളുടെ പിന്നാലെയോ? എന്തിനാ ഞങ്ങളുടെ പിന്നാലെ പോലീസ് വരുന്നേ? കള്ളൊപ്പിട്ട പിന്നെ പോലീസ് വരാതെ പിന്നെ എന്ത് ചെയ്യും? അത് കേട്ടതും മോളെ, സത്യമായിട്ടും ഞങ്ങൾ കള്ളൊപ്പൊന്നും ഇട്ടിട്ടില്ല. വേണ്ടമ്മേ, കൂടുതലൊന്നും പറയണ്ട. സത്യം പറ, അച്ഛനല്ലേ എൻ്റെ ഒപ്പിട്ടത്? അത് കേട്ടതും അയ്യോ ഇല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എൻ്റെ മോളുടെ ജീവിതം തകരാൻ അച്ഛൻ അങ്ങനെ ചെയ്യുമോ? കാശ് നീട്ടി കാണിച്ചാൽ എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും ഒന്നും നിങ്ങൾക്കില്ല. കാശ് തന്നിട്ട് നിങ്ങളോട് കെറ്റി ചാടാൻ പറഞ്ഞാൽ നിങ്ങളതും ചെയ്യും. കാശാണ് നിങ്ങൾക്ക് വലുത്. അതുകൊണ്ട് സത്യം പറ മോളെ. ഞാൻ വേണേൽ മോളുടെ തലയത്തോട്ട് സത്യം ചെയ്യാം. വേണ്ട,
എൻ്റെ തലത്തോട്ട് സത്യം ചെയ്യണ്ട, അമ്മയുടെ തലത്തോട്ട് സത്യം ചെയ്യും. അപ്പോൾ ഭദ്രൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇത് കേട്ടത് വിലാസിനെ, ഭദ്രേട്ടാ, നിങ്ങൾ കള്ളോപ്പിട്ടിട്ടില്ലല്ലോ, എൻ്റെ തലത്തോട്ട് സത്യം ചെയ്യ്, ധൈര്യമായിട്ട് ചെയ്യ്. അത് കേട്ടതും ഭദ്രൻ, അത് ശരിയാണല്ലോ, ഞാൻ കള്ളോപ്പിട്ടിട്ടില്ല, എൻ്റെ വിലാസിനെയാണേ സത്യം, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നിനക്ക് വിശ്വാസമായോ മോളെ? അച്ഛൻ എൻ്റെ സൈൻ ഇട്ടിട്ടില്ല, അപ്പം അത് ഇട്ടത് അമ്മയായിരിക്കും. മോളെ, നീ എന്നെ സംശയിക്കുകയാണോ? സംശയിക്കണമല്ലോ, അതുകൊണ്ട് അമ്മ അച്ഛൻ്റെ തലത്തോട്ട് സത്യം ചെയ്യും. അപ്പോൾ വിലാസിനെ ഇങ്ങനെ മടിച്ചു നിൽക്കുക. ഇപ്പം എനിക്ക് മനസ്സിലായി, അമ്മയാണത് ചെയ്തതെന്ന്. മോളെ, ഞാനതിൽ നിരപരാധിയാണ്, മോളുടെ അച്ഛൻ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്തത്. പക്ഷെ നിങ്ങളിപ്പോൾ ഈ ചെയ്തതിൻ്റെ പേരിൽ എന്താ അനുഭവിക്കാൻ പോകുന്നതെന്നറിയാമോ? ഈ രാധിക നിങ്ങളെ കുറ്റക്കാരിയാക്കാൻ പോവുക. ഇതിൻ്റെ ശിക്ഷ എന്താണെന്നറിയാമോ? 7 വർഷം തടവും പിഴയും. അത് കേട്ടതും ഭദ്രൻ, അല്ല മോളെ, പിഴയടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പിഴയടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ 2 വർഷം കൂടെ കൂടുതൽ ജയിലിൽ കിടക്കാം. എന്നാൽ പിന്നെ അത് മതി, അടച്ചുള്ള കളികളൊന്നും നമുക്ക് വേണ്ട. അത് കേട്ടത്, അതെ മനുഷ്യ, ജയിലിൽ പോയി നിങ്ങൾ കിടന്നാൽ മതി, ഞാൻ കിടക്കില്ല മോളെ, എനിക്ക് അവിടെ കിടക്കാനൊന്നും പറ്റില്ല. ഇത്രയും സെറ്റപ്പായിട്ടൊക്കെ നടന്നിട്ട് അവസാനം ജയിലിൽ പോയി കിടക്കാനോ? ജയിലിലാണെങ്കിൽ വെള്ളയും ഡ്രസ്സൊക്കെ തരുള്ളൂ, എനിക്കതൊന്നും എടുത്ത് നടക്കാൻ പറ്റില്ല. അങ്ങനെ നടക്കാൻ പറ്റില്ലെങ്കിലേ ഞാൻ പറയുന്നത് പോലെ 2 പേരും അനുസരിക്കണം എന്ന് പറയുമ്പോഴേക്കും രാധികാമ്മ ഫോൺ വിളിക്കുക. ദേ രാധികാമ്മയെ വിളിക്കുന്നേ. ഓ, രാധികാമ്മയായിരിക്കും വിളിക്കുന്നതല്ലേ? എങ്ങനെയെങ്കിലും നിങ്ങളുടെ വായിൽ നിന്നും ഒപ്പിട്ടത് നിങ്ങളാണെന്ന് അറിയാൻ വേണ്ടി അവർ വിളിക്കുന്നതാ. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് കോടതിയിൽ കേൾപ്പിക്കാനായിരിക്കും അവരുടെ ഉദ്ദേശം. അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും 7 2 9 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും. 9 വർഷം. അത് കേട്ടതും, അയ്യോ, 9 വർഷം ജയിലിൽ കിടക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. എന്തായാലും മോൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാം. അതുകൊണ്ട് രാധികാമ്മ എപ്പോൾ വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കണ്ട. ഇവിടെ നിന്ന് ഞാൻ അറയ്ക്കലിലേക്ക് എത്തിയിട്ട് നിങ്ങളെ വിളിക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഫോൺ എടുത്താൽ മതി. അതെന്തിനാ മോളെ? അതൊക്കെ ഉണ്ട്. ദേ, ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ കിടക്കും. നിങ്ങളെ രക്ഷിക്കാനേ ഞാൻ നോക്കൂ. എൻ്റെ അച്ഛനും അമ്മയും ആയിപ്പോയില്ലേ, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ക്ഷമിക്കേണ്ടത് ഞാനാണല്ലോ. അങ്ങനെ പറ മോളെ. ഇനി എപ്പോഴും ഈ ക്ഷമയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ശരി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭദ്രന് വിലാസിന് ഇങ്ങനെ നിൽക്കുക. എന്നാൽ ഞാൻ പോവുക. ഞാൻ പറഞ്ഞല്ലോ, രാധികാമ്മ വിളിച്ച ഫോൺ എടുക്കുകയോ ഈ ഒപ്പിട്ട കാര്യം വായ തുറന്നൊന്ന് പറയോ, ആ ഒരു കാര്യം മാത്രം വായെന്ന് വീണു പോവുകയോ ചെയ്താൽ നിങ്ങളുടെ ഈ ഒരു നിമിഷം മതി നിങ്ങളുടെ എല്ലാ ജീവിതവും മാറി മറിയാൻ. മനസ്സിലായല്ലോ? കോടതിയിൽ പോകേണ്ടി വരും, പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും. അതൊന്നും ഇല്ലാതിരിക്കാനാണ് പറയുന്നത്. രാധികയോട് സംസാരിക്കരുത്. ശരി, ഞങ്ങൾ സംസാരിക്കില്ല മോളെ. എന്നാൽ ശരി, ഞാൻ അറക്കലിലേക്ക് ചെല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി. ഗീതു പോയി കഴിഞ്ഞതും ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭദ്രേട്ടാ? നമ്മൾ പെട്ടുപോയല്ലോ. നമ്മുടെ മോള് നമ്മൾ രക്ഷിച്ചോളൂ എന്നേ. പിന്നെ അല്ലെങ്കിലേ അവൾക്ക് നമ്മളെ കണ്ണെടുത്താൽ കണ്ടൂടാ. ഇനിയിപ്പോൾ ഇങ്ങനൊരു കാര്യം കൂടെ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അവൾ നമ്മളെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിക്കും. അതെനിക്ക് ഉറപ്പാണ്. അടിമപ്പണി ചെയ്യിപ്പിക്കുമെന്നോ എന്തോ. എൻ്റെ ഭഗവാനെ, ഇനി നമ്മൾ അടിമപ്പണി ചെയ്ത് ഒരു വഴിയാവുമല്ലോ. എൻ്റെ വിലാസിനി സാരില്ല, ഇവിടെ നമ്മുടെ മോള് പറയുന്ന അനുസരിച്ചാൽ മതി. പക്ഷെ അവിടെയാണെങ്കിലോ ജയിലിൽ കിടന്ന് എല്ലാ ജോലിയും ചെയ്യണം. അതിനേക്കാൾ നല്ലതല്ലേ നമ്മുടെ സ്വന്തം വീട്ടിൽ മോള് പറയുന്നത് കേട്ട് നിൽക്കുന്നത്. അത് ശരിയാ. എന്നാൽ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കണം. പിന്നീട് ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഗോവിന്ദ് ഓഫീസിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. പക്ഷേ എന്നാലും ആരായിരിക്കും ആ സൈൻ ഇട്ടത്? ഗീതു പറയുന്നു ഗീതു അല്ലാന്ന്, അമ്മ പറയുന്നു അമ്മയും അല്ലാന്ന്. ആരെ സംശയിക്കണം, ആരെ വിശ്വസിക്കണമെന്നൊന്നും അറിയുന്നില്ലല്ലോ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ആലോചിച്ചിട്ട് മാധവനെ നോക്കി. മാധവൻ്റെ ഫോട്ടോകൾ നോക്കിയിട്ട് ഗോവിന്ദ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛാ, സത്യത്തിൽ ആരാ കള്ളം പറയുന്നത്? അമ്മയാണോ അല്ലെങ്കിൽ ഗീതുവാണോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയില്ല അച്ഛാ. അച്ഛൻ എനിക്കൊരു ക്ലൂതാ. ഈ സമയത്ത് ഈ സന്തോഷം, ഗീതു എന്നെ ഡിവോഴ്സ് ചെയ്തില്ല, എനിക്ക് ഡിവോഴ്സ് കിട്ടിയില്ല, ഗീതുവിനോടൊപ്പം എന്നും എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാമെന്നുള്ള ഈ സന്തോഷം പങ്കുവയ്ക്കാനും പിന്നെ ഗീതുവിൻ്റെ കള്ളൊപ്പിട്ടത് ആരാണെന്നറിയാത്തതിനുള്ള ദേഷ്യം തീർക്കാനും എനിക്കൊരാളില്ലല്ലോ അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മേ കമ്മിങ് സാർ എന്നും പറഞ്ഞുകൊണ്ട് ദേ വരുന്നടാ കിഷോറിനെ കണ്ടതും ഗോവിന്ദിന് ഭയങ്കര സന്തോഷമായി. തല്ലാൻ പറ്റിയ ഒരാൾ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ കിഷോറിനെ കണ്ടിട്ട് ഗോവിന്ദ് മാധവൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു. നന്നായി അച്ഛാ, ഞാനൊരാളെ ചോദിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ടൊരാളെ ആളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചല്ലോ, അച്ഛന് താങ്ക്സ്. എന്താ കിഷോർ അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ എന്നും ഗോവിന്ദ്. അത് കേട്ടത് കിഷോർ എന്താന്ന്
സാറ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്നത് തകർപ്പൻ വിശേഷങ്ങളാണ്. നമ്മുടെ ഗീതു അറയ്ക്കൽ തറവാട്ടിനെ കീഴായി മറിക്കുന്ന തകർപ്പൻ വിശേഷം എല്ലാവരും മിസ് ചെയ്ത് തന്നെ കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.